PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 2021 നടത്തിയ പരീക്ഷയുടെ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? ഉത്തരം നിലമ്പൂർ. മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഡിണ്ടിഗൽ, കൊല്ലം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ്പ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നാണ് അക്കാമ്പ ചെറിയാൻ അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത. ഉത്തരം ആനിമസ് ഗ്രീൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം 1793 മുതൽ 97 വരെയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം പഴശ്ശി വിപ്ലവം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. 13ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഉത്തരം 32. 14ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഉത്തരം ശ്വാസകോശം. പേശികളില്ലാത്ത ഒരവയവമാണ് ശ്വാസകോശം. 15ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കരൾ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുന്നത് K ആണ്. ലോഹം കാൽസ്യം, രക്തകോശം പ്ലേറ്റ്ലെറ്റ്, പ്രോട്ടീൻ ഫൈബ്രിനോജൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോംഗേറ്റ. 17ാമത്തെ ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. 18ാമത്തെ ക്വസ്റ്റ്യൻ, പേശികളെക്കുറിച്ചുള്ള പഠനം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. 19ാമത്തെ ക്വസ്റ്റ്യൻ,
പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. 20ാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ്. വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ആശുപത്രി. സെഹത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രവിശങ്കർ പ്രസാദ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. റേച്ചൽ കാൾസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കാൾസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT കുറിച്ചുള്ള പഠനമാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. 24ാമത്തെ ക്വസ്റ്റ്യൻ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം സിങ്ക്. സിങ്കിന്റെ വേറെ അയിരാണ് സിങ്ക് ബ്ലെൻഡ്, സിൻസൈറ്റ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ലെസൺസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ലെസൺസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. 29ാമത്തെ ക്വസ്റ്റ്യൻ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നതാണ് ചലനം. 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഉത്തരം 7. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 5ാമത്തത് ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. 32ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദ. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഉത്തരം സിന്ധു. 36ാമത്തെ ക്വസ്റ്റ്യൻ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം അറബി. 37ാമത്തെ ക്വസ്റ്റ്യൻ. കാൽ ബൈശാഖി എന്നത് ഒരു ഡാഷ് ആണ്. കാൽ ബൈശാഖി എന്നത് ഒരു കാറ്റാണ്. ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ കാറ്റ് വീശുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ബച്ചിംഗാം നാഷണൽ പാർക്ക്. ഈ ദേശീയോദ്യാനം കാശ്മീരിലാണ്. മാനുകളെയാണ് അവിടെ സംരക്ഷിക്കുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ.
യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഉത്തരം വാസ്കോഡ ഗാമ. 41-ാമത്തെ ക്വസ്റ്റ്യൻ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. 42-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. 43-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മതസാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം. 1867 ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ആത്മാറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഒപ്പുവെച്ച വർഷം 1954. 46-ാമത്തെ ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനം നടന്നത് 1928. 47-ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 49-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ. 50-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. ഭാഗം 1 എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 2 പൗരത്വം. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.